ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി താൻ പറഞ്ഞതല്ല എന്നും ചാനലിന്റെയും അവതാരക MG രേണുകയുടെയും ഗൂഢാലോചനയാണ് എന്ന വിചിത്രവാദവുമായി പ്രിന്റു മഹാദേവ് ഇന്നലെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് BJP വക്താവിന്റെ ഈ പ്രതികരണം. ആദ്യം പ്രിന്റുവിന്റെ വാക്കുകൾ കേൾക്കാം. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി അങ്ങനെയാണ് പലപ്പോഴും മരിച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി. എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ്. ഞാൻ എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കൊലയാളിയുമല്ല. ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇതാണ് പ്രിന്റുവിന്റെ ഇപ്പോഴത്തെ പ്രതികരണമെങ്കിൽ പ്രിന്റുവിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനായി ഞങ്ങൾ ഗൂഢാലോചന നടത്തി സൃഷ്ടിച്ചതാണ് ഈ സംഭവം എന്നാണ് പ്രിന്റു അവകാശപ്പെടുന്നത്. ആ ചാനൽ ചർച്ചയിലായിരുന്നു പ്രിന്റു കൊലവിളി പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം കൂടി കേൾക്കാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കേണ്ട. അങ്ങനെ MC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി ഈ വിവാദ പരാമർശം നടത്തിയ സ്പെഷ്യൽ ഡിബേറ്റ് നയിച്ചത് MG രേണുകയായിരുന്നു. MG രേണുക തന്നെ ഇപ്പോൾ ചേരുന്നുണ്ട്. രേണുക, ഒരു ചർച്ചയിൽ ആരെന്ത് പറയാൻ പോകുന്നു എന്നത് അത് നയിക്കുന്ന ആളിന് മുൻകൂട്ടി അറിയാനൊന്നും സാധിക്കില്ല. ചർച്ചയുടെ സ്വഭാവം അനുസരിച്ചാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. പക്ഷേ ആ ചർച്ചയിൽ നമ്മൾ നടത്തിയ ചർച്ചയിൽ വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഈ വിവാദ പരാമർശം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കെ തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് സംഭവിച്ചതാണെങ്കിൽ അത് തിരുത്താനുള്ള അവസരമൊക്കെ അപ്പോൾ തന്നെ പ്രിന്റുവിനുണ്ടായിരുന്നു. പക്ഷേ പ്രിന്റു പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് ആ ഡിബേറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റം വിചിത്രമായ വാദം ആണ് ഉന്നയിക്കുന്നത്. ന്യൂസ് 18 ആ ചർച്ചയെ അവതരിപ്പിച്ച രേണുകയുമൊക്കെ സൃഷ്ടിച്ചെടുത്ത ഒന്നാണിത് എന്ന വിചിത്രവാദം. വളരെ വിചിത്രവും പരിഹാസ്യവുമായ വാദങ്ങളാണ് പ്രിന്റു മഹാദേവ് എന്ന BJP വക്താവിൻ്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുണ്ടാകുന്നതെന്ന് പറയാതെ വയ്യ അഭിലാഷ്. കാരണം ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രിന്റു മഹാദേവിൻ്റെ വാക്കുകളിലൂടെ തന്നെ രാജ്യം മുഴുവൻ കേട്ടതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളി എന്താണ് എന്നത്. അത് വലിയ ചർച്ചയാവുകയും ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കോൺഗ്രസ് വലിയ രാജ്യവ്യാപക പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ദേശീയ തലത്തിൽ ശക്തമായി കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഓരോ ഘട്ടത്തിലും നമ്മൾ അത് വാർത്തയാക്കുകയാണ് ചെയ്തത്. അതാണ് ചാനൽ നമ്മൾ സംഘടിപ്പിച്ചത്. ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു. അതിൽ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ചർച്ചയിലൂടെ
എല്ലാവരും കണ്ടു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ അത് ന്യൂസ് 18 വാർത്തയാക്കി എന്നതിനപ്പുറം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലവിളി പ്രസംഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്, പ്രിന്റു മഹാദേവൻ ഒഴിച്ച്. ഈ കാര്യത്തിൽ പറഞ്ഞത് അല്ല പ്രചരിപ്പിച്ചതെന്നും ബോധപൂർവം ചാനലും അവതാരകയും അജണ്ട സെറ്റ് ചെയ്ത് വ്യക്തിപരമായി തേജോവധം ചെയ്യാനും പൊളിറ്റിക്കലി തന്റെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കാനുമുള്ള ശ്രമം നടത്തിയെന്നതാണ് പ്രിന്റു മഹാദേവ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഞാൻ അഭിലാഷിന്റെ ശ്രദ്ധയിലേക്ക് ഒരു ചർച്ചയിൽ ഒരു ക്ലിപ്പ് കൂടി ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ? ജൻസി കലാപമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആരെങ്കിലും അത് രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ടവരും എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പ്രിന്റു നിങ്ങളുടെ കയ്യിൽ? ഇതിൽ കെ പി അഭിലാഷ് കണ്ടുവല്ലോ വ്യക്തമായി. നമ്മൾ ഇതും പലതവണ ഏത് ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം ആ ചർച്ചയിൽ ഞാൻ ആവർത്തിച്ച് ഈ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള നാക്കുപിഴയോ അവധാനതയില്ലാതെ ആലോചിക്കാതെ പറഞ്ഞു പോയ വാക്കുകളോ ആണെങ്കിൽ അത് പിൻവലിക്കാനുള്ള അവസരം പ്രിന്റു മഹാദേവന് നൽകുന്നുണ്ട്. ആ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് ഇത്തരം വലിയ വിവാദമാകുന്ന ഈ ഒരു ഭീഷണി പ്രിന്റു മഹാദേവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ചർച്ചയുടെ സമയപരിമിതിക്കുള്ളിൽ നിന്ന് പോലും അത് പിൻവലിക്കാനും തെറ്റു പറ്റിയത് ഏറ്റുപറയാനുമുള്ള അവസരം കൊടുത്തിട്ടും പ്രിന്റു മഹാദേവ് അത് ചെയ്യുന്നില്ല എന്നത് നമുക്ക് കൃത്യമായി കാണാം. മാത്രവുമല്ല അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നത് കൂടി പ്രിന്റു പറഞ്ഞു നിർത്തുമ്പോൾ നമുക്കത് കാണാവുന്നതാണ്. പിന്നീട് ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും ഓരോ ഘട്ടത്തിലും നമ്മൾ ആ വാർത്ത ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്ത ഘട്ടത്തിൽ 2 തവണ ഞാൻ പ്രിന്റു മഹാദേവനെ ബന്ധപ്പെടുകയും 2 തവണയും എന്താണ് താങ്കളുടെ നിലപാട് എന്നത് ആവർത്തിച്ച് ചോദിക്കുകയും എന്താണ് ഇതിൽ ചാനൽ എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം ആരാഞ്ഞു വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്നത് ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്യാണ്. ഒരു ഘട്ടത്തിലും പ്രിന്റുവിനുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ മറ്റോ ഉണ്ട് എന്നൊക്കെയുള്ള ഈ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ എന്നതുപോലും വ്യക്തത വരുത്താൻ തയ്യാറാകാതെ ഇത്രയും ദിവസം കാത്തിരുന്നതിന് ശേഷം നിയമ നടപടികൾ ആരംഭിക്കുന്നു. നിയമ നടപടികൾക്ക് വേണ്ടി കോൺഗ്രസ് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു, സഭയിൽ വരുന്നു, ദേശീയ തലത്തിൽ ഉയരുന്നു. ഇതിനൊക്കെ ശേഷം കീഴടങ്ങിയതിന് ശേഷം തനിക്ക് പാർട്ടിയിൽ നിന്ന് പോലും യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഈ ഗൂഢാലോചനാവാദവുമായി പ്രിന്റു മഹാദേവ് രംഗത്തെത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പ്രിന്റു മഹാദേവ് ചാനൽ അവതാരകയ്ക്കെതിരെയും വേണമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു നടപടിയെയും നമ്മൾ ഭയക്കുന്നില്ല, ഒരു നടപടി കൊണ്ടും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല. ഇത് പ്രിന്റു മഹാദേവ് തന്നെ വരുത്തി വെച്ചതാണ്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു പാർട്ടിയുടെയും പ്രതിനിധികൾ പറഞ്ഞുകൂടാത്ത വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അത് തിരുത്താനുള്ള അവസരം ലഭിച്ചിട്ടും തിരുത്താതെ പോയത് പ്രിന്റു മഹാദേവാണ്. ഇപ്പോഴും അത് തിരുത്തുന്നില്ല എന്നത് വേണം നമ്മൾ ഗൗരവത്തോടു കൂടി കാണാൻ. മറിച്ച് അതിന് ഓരോ ന്യായീകരണ വാദങ്ങൾ കണ്ടെത്താനാണ് പ്രിന്റു മഹാദേവ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താനെന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞുകൂടാത്ത ഒരു വാക്ക് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട്